ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സീഡ് ആൻഡ് സോയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് 5th സ്റ്റാൻഡേർഡിൻ്റെ പഠിക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 5 ആണ്. റൂറൽ വൈബ്സ് എന്നാണ് ആ ഒരു യൂണിറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡോർവേയിലൊരു പിക്ചർ കാണാൻ പറ്റും. റൂറൽ വൈബ്സ് എന്താണ്? റൂറൽ വൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ആ ഒരു കൾച്ചർ അതൊക്കെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആ പിക്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കോട്ടുണ്ട്. ദ ഫസ്റ്റ് ഫോം ഓഫ് ദ കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. അതായത് നമ്മുടെ ഈ ഒരു എർത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള സംസ്കാരമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അല്ലയോ? നമ്മൾ ഇപ്പം ഗ്രാമീണ, അതായത് ആധുനിക മനുഷ്യരില്ലേ, അതായത് നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പും ആയിരക്കണക്കിന് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ജീവിച്ചിരുന്നവർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ കൃഷി ചെയ്തിട്ടല്ലേ അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അപ്പം കൃഷിയാണ് ആദ്യമായിട്ടുണ്ടായ സംസ്കാരം. വിൽ ഡ്യൂറാന്റിന്റെ ഒരു കോട്ടാണിത്. അതിപ്പം അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? ഒരു ഡോർവേയിൽ ഒരു പിക്ചർ തന്നെയാണ്. അത് 2 പേജാണ് ഇവിടെ ഡോർവേ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു വറ്റ് വരണ്ട ഒരു ഭൂമിയാണ് കാണാൻ പറ്റുന്നത്. ആകെ കൊലച്ചൊരു തേങ്ങ നിൽപ്പുണ്ട്. അവിടെ തേങ്ങയല്ലല്ലോ, തെങ്ങ് നിൽപ്പുണ്ട്. പിന്നെ ഒരു വീട് നിൽപ്പുണ്ട്. വാട്ട് ഡു യു സേ ഇൻ ദ പിക്ചർ? എന്താണ് നിങ്ങൾ കാണുന്നത്? എ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്. എന്താണ് ഒരു ബാരൻ ലാൻഡ്? അടുത്ത ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഒരു ബാരൻ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു എന്താ പറയാ, വരണ്ട ഭൂമി കാണുന്നില്ലേ? ഡു യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? നിങ്ങൾ ആ ഒരു ഹൗസിന്റെ ചുറ്റിനുമുള്ള ആ ഒരു ബാരൻ ലാൻഡ് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ആൻഡ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ, ഇതുപോലുള്ള വസ്തുവകകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇതുവരെയും എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഓക്കെ, അതാണ് സത്യം. ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം? Cultivating the land would be a welcome step. What are the crops cultivated in your locality? ആദ്യമത്തെ ഒരു വഴിയെന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ ചുറ്റുപാടും കൃഷി ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? ഇവിടെ ആകെയുള്ളത് കുരുമുളകാണ്. കുരുമുളക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പം അത് മാത്രമേ എൻ്റെ വീട്ടിൽ ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വീട്ടിൽ കുറേ കാണുമായിരിക്കും. നോക്കാം. അപ്പോൾ now let's read a story of a girl Paru who loved the paddy fields. എന്താണ്? നമുക്കൊരു കഥ പഠിക്കാം. പാറു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ, അവൾക്ക് പാഡി ഫീൽഡ്സിനെ അധികമായിട്ട്, അതായത് നെൽപ്പാടങ്ങളെ അധികമായിട്ട് ഇഷ്ടമുള്ളൊരു പാറു എന്ന പേരുള്ള പെൺകുട്ടിയുടെ കഥ. സീഡ് ആൻഡ് സോയിൽ, മണ്ണും വിത്തും എന്നതാണ്, അല്ല വിത്തും മണ്ണും എന്നതാണ് കഥയുടെ പേര് വന്നിട്ട്. നോക്കാം. Her name was Parvati. Her folks and neighbors called her Paru. അവളുടെ പേര് പാർവതി എന്നാണ്. നമ്മൾ ഉപ്പുമുളക് ഉണ്ടല്ലോ, ഉപ്പുമുളകിലെയും ആ കൊച്ചു കുരുട്ടാപ്പി കുട്ടിയില്ലേ, അതിനെ ശരിക്കുള്ള പേര് പാർവതി എന്നാണ്. അപ്പം അതിനെ എല്ലാവരും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള പേര് പാറു എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ ആ കുട്ടിയുടെ പേരിടൽ ചടങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാർവതി എന്നാണ് റിയൽ നെയിം വന്നിട്ട്. നോക്കാം. അവളുടെ വീട്ടുകാരും അവളുടെ അടുത്തുള്ള ആ നാട്ടിലുള്ള ആളുകളും ആ വീട്ടുകാരും ഒക്കെ അവളെ പാറു എന്നാണ് വിളിച്ചിരുന്നത്. There were paddy fields. അപ്പൊ അതുപോലെ തന്നെ അവിടെ അപ്പം ഇവിടെ പറയുന്നത് അവളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളും അവളുടെ ആ ഒരു നാട്ടിലുള്ള ആളുകളും ഒക്കെ അവളെ പാറു എന്നാണ് വിളിച്ചിരിക്കുന്നത്. There were paddy fields all around her house. അവളുടെ വീട്ടിന് ചുറ്റിനും പാഡി ഫീൽഡ്സ്, നെൽപ്പാടങ്ങളുണ്ട്. She loved the fields, the trees and the plants. അവൾക്ക് ചുറ്റിനുമുള്ള ട്രീസിനെയും പ്ലാന്റ്സിനെയും എല്ലാം അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. She always cared for all the living things around her. അവളുടെ ചുറ്റിനുമുള്ള എല്ലാ ജീവനുള്ള സാധനങ്ങളെ അവൾ ശുശ്രൂഷിക്കുമായിരുന്നു. അതായത്
പ്ലാന്റ്സ് ഒരു ജീവനുള്ള വസ്തുവാണ്. അതായത് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ജീവൻ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ജീവനില്ലാത്ത പ്ലാന്റ്സിനാണ് നമ്മൾ വാടിയിട്ടൊക്കെ കാണുന്നത്. അവരിൽ ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പം പിന്നീട് എന്താണ് പറയുന്നത്? പിന്നീട് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റയർ ഡിസീസ് ഇയേഴ്സ് എഗോ. പാറുവിൻ്റെ അമ്മ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ, റയർ ഡിസീസ് മീൻസ് അപൂർവമായൊരു ഡിസീസ് ബാധിച്ച് മരണപ്പെട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. അവളുടെ മദറിനെ അവൾ വളരെയധികം മിസ് ചെയ്തിരുന്നു. ഷീ ഓഫൻ റിമെമ്പേഴ്സ് the words of her mother, nature is our mother. എന്താണ്, അവളുടെ അമ്മയുടെ വാക്കുകൾ അവൾ എപ്പോഴും ഓർക്കുന്നു. നേച്ചർ ഈസ് അവർ മദർ എന്നായിരുന്നു. അതായത് നേച്ചർ ആണ് നമ്മുടെ അമ്മ. പാറൂസ് ഫാദർ വുഡ് ഓഫൺ കൺസോൾ ഹർ. കൺസോൾ മീൻസ് സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ വിഷമത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ അച്ഛൻ അവളെ വിഷമത്തിൽ നിന്ന് മാറ്റാനായിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. എന്താണ്, അപ്പോൾ അവളെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, നീ ഇപ്പോഴും വിചാരിക്കേണ്ട, അമ്മ പോയെന്ന്, അമ്മ നമ്മളെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ചിയർഫുൾ. പാറുവിനെ കുറച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാറുവിൻ്റെ അമ്മൂമ്മയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഫോളോഡ് ഹെർ ലൈക്ക് എ ഷാഡോ. അവളുടെ അമ്മൂമ്മ അവളെ പാറുവിനെ എന്താണ് ഷാഡോ പോലെയാണ് അവളെ കൊണ്ട് നടന്നത്. അതായത് ഇപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പുറകിൽ ഷാഡോ കാണുമല്ലോ, അതുപോലെയാണ്, അവളുടെ ഷാഡോ പോലെയാണ് അമ്മൂമ്മ എന്ന് പറയാണ്. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ഷീ കോൾഡ് ഹെർ ഇച്ചുവമ്മ. എന്തുവാണ്, അവൾ അവളുടെ അമ്മൂമ്മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളെ വിളിച്ചിരുന്നത് എച്ചുവമ്മ എന്നാണ്, ഇച്ചുവല്ല, എച്ചുവമ്മ എന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ബൈ.